ശ്രീമൻ നാരായണീയം ദശകം 34 ശ്ലോകം 8. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പ്രാപ്തായ ശൂർപ്പണാഖ്യ മദന ചലധൃതേ അർത്തനേർ നിസ്സഹായാത്മാ താ സൗമിത്രോ വിസൃജേ പ്രബലതമരുഷാ തേന നിർലോലനാസാം ദൃഷ്ടേനാം മൃഷ്ടചിത്തം കരമഭിപതിതം ദൂഷണം ചത്രമൂർധം വ്യാഹിംസീരാശരാനപ്യയുധ സമധികാം സ്തക്ഷണാൻ ദക്ഷതോഷ്മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ. പരാക്രമശാലിയായി ഇരിക്കുന്ന ഭഗവാൻ കാമം കൊണ്ട് ചഞ്ചല ചിത്തയായി തന്നെ സമീപിച്ച ശൂർപ്പണഖയുടെ വിവാഹ അഭ്യർത്ഥനകൾ കൊണ്ട് സകല ശക്തി നഷ്ടപ്പെട്ടപ്പോൾ അവളെ ലക്ഷ്മണ സമീപം പറഞ്ഞുവിട്ടു. അത്യന്ത കോപിയായ ലക്ഷ്മണനാൽ ഛേദിക്കപ്പെട്ട നാസികയോട് കൂടിയിരിക്കുന്ന ആ ശൂർപ്പണഖയെ കണ്ട് ഏറ്റവും കുപിത ഹൃദയനായി തന്നെ നിഗ്രഹിക്കാനായി തന്റെ സമീപത്തിൽ വന്ന ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും 10,000-ലധികം രാക്ഷസന്മാരെയും ആ ക്ഷണത്തിൽ നിന്തിരുവടി നിഗ്രഹിച്ചു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം. ശ്രീമൻ നാരായണീയം ദശകം 34 ശ്ലോകം 9. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സോദര്യാ പ്രോക്തവാർത്ത വിവശ ദശമുഖാദിഷ്ടമാരീജമായ സാരംഗം സാരസാക്ഷ്യ സ്പൃഹിതമനുഗത പ്രാവതീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിത ഭവതനുജാം രാവണസ്താമാഹർഷേത് തേനാർത്തോപി ത്വമന്ത കിമപി മുദമദാ സ്തുതോപായലാപാൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ. തന്റെ സഹോദരിയായ ശൂർപ്പണഖ വന്നു പറഞ്ഞ വൃത്താന്തങ്ങളാൽ പരവശനായ രാവണൻ മാരീച മാതുലനെ ഒരു മായാമൃഗമായി പഞ്ചവടിയിലേക്ക് നിയോഗിച്ചു. മായാമൃഗത്തെ കണ്ടു കൊതിച്ച സീതയുടെ ആഗ്രഹ നിവൃത്തിക്കായി മാനിന്റെ പിന്നാലെ അതിനെ പിടിക്കാൻ പോയ നിന്തിരുവടി അതിനെ ബാണങ്ങളാൽ നിഗ്രഹിച്ചു. ഹാ ലക്ഷ്മണ, എന്റെ സഹോദര എന്നിത്യാദിയുള്ള മാരീചന്റെ മായാരോധനം കേട്ട് ഭഗവാന് എന്തോ അപകടം സംഭവിച്ചു എന്ന് വിചാരിച്ച് സീതാദേവി ലക്ഷ്മണനെ ഭഗവത് സമീപം പറഞ്ഞയച്ചു. ആശ്രമത്തിൽ ഏകാകിയായിരുന്ന സീതയെ രാവണൻ ഈ സമയത്ത് അപഹരിച്ചു കൊണ്ടുപോയി. പുറമേ ദുഃഖിതനായി ഭഗവാൻ ഭാവിച്ചു എങ്കിലും രാവണ നിഗ്രഹത്തിനുള്ള ഉപായം ഇതുതന്നെ എന്ന് വിചാരിച്ച് ഉള്ളാലെ സന്തോഷിച്ചു. സീതാ വിരഹം കൊണ്ട് ബാഹ്യമായി ദുഃഖത്തെ അവലംബിച്ചത് പെൺവാക്ക് കേൾക്കുന്നവൻ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുമെന്ന് ലോകരെ ഗ്രഹിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം. ശ്രീമൻ നാരായണീയം ദശകം 34 ശ്ലോകം 10. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയസ്തന്നിം വിജിന്നന്ന ഹൃദ ദശമുഖ സ്തദ്ദതും മദ്വദേനേ തുഗ്ധായാദേ ജഡായോ
ദിവമത സുഹൃത പ്രാതനോ പ്രേതകാര്യം ഗൃഹ്ണാനാം തം കബന്ധം ജഗനിത ശബരിം പ്രേഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമന പാഹി വാദാലയേശ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ. സീതാ അന്വേഷണാർത്ഥം സഞ്ചരിക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് രാവണൻ എന്നെ മരണവത്രത്തിലാക്കിയിട്ട് ഭഗവാന്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നു പറയുന്ന മരണോമുഖനായ ജടായുവിനെ കണ്ടു. ദശമുഖൻ സീതാദേവിയെ വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിനെ ജടായു തടയുകയാൽ ജടായുവും രാവണനും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും യുദ്ധത്തിൽ ദശമുഖന്റെ വാളിനാൽ മാരകമായ വെട്ടേറ്റ് ജടായു വീഴുകയും ചെയ്തു. സീതാദേവിയുടെ അനുഗ്രഹം കാരണം രാമനെ കണ്ട് വൃത്താന്തം അറിയിച്ച് കഴിഞ്ഞ ശേഷമാണ് ആ പക്ഷി ശ്രേഷ്ഠൻ മരിച്ചത്. ഭഗവാന്റെ തലോടൽ അനുഭവിച്ചുകൊണ്ട് ഭഗവത് സുഹൃത്തായ ആ പക്ഷിരാജൻ സ്വർഗം പോകുകയും നിന്തിരുവടി സുഹൃത്തിന്റെ ശവസംസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. വീണ്ടും സീത അന്വേഷണാർത്ഥം സഞ്ചരിച്ച ഭഗവാൻ തന്നെയും ലക്ഷ്മണനെയും തിന്നുവാനായി പിടികൂടിയ കബന്ധനെ നിഗ്രഹിച്ചു. യോഗിനിയായ ശബരിക്ക് പമ്പാ തീരത്തു വെച്ച് മുക്തി അരുളി. അനന്തരം വായുപുത്രനായ ഹനുമാനെ കണ്ടുമുട്ടിയ ശ്രീരാമമൂർത്തിയായ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണേ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം.